പക്ഷേ ഇപ്പോൾ വയനാട് ഒരു ഡിസിസിയുടെ ട്രഷറർ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. IC ബാലകൃഷ്ണനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. അവിടുത്തെ സഹകരണ ബാങ്കിൻ്റെ മുൻ ചെയർമാൻ തന്നെ ഏതാണ്ട് 17 പേരോളം ലിസ്റ്റ് കൊടുത്തിരുന്നു. അത് യോഗ്യതയില്ലാത്ത ആളുകളിൽ ലിസ്റ്റ് നിയമനത്തിന് വേണ്ടി കൊടുത്തിരുന്നു അടക്കമുള്ള ഒരു ആരോപണം ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതിപ്പോൾ കേസ് കൈകാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധന നടക്കാൻ പോവാണ്. ആരൊക്കെയാണ് ഉത്തരവാദി എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടെത്തട്ടെ എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. അത് മുൻവിധിയോടുകൂടിയൊന്നും ആരെപ്പറ്റി ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. കണ്ടെത്താൻ ആവശ്യമായ നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കണം. പണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെയാണ്, നേതാവിൻ്റെ മകനുമാണ് ആത്മഹത്യ ചെയ്യേണ്ടുന്ന സ്ഥിതി ഉണ്ടായത്. അത് കൃത്യമായിട്ട് ലിസ്റ്റ് തന്നെ തയ്യാറാക്കി വെച്ചിട്ടാണ് പൈസ വാങ്ങിയത്. ആ വാങ്ങിയവരോട് അവസാന നിമിഷം വരെ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ എങ്ങനെയെങ്കിലും പണം തിരിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് തന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്ന പരാതി. ആ പ്രശ്നമാണുള്ളത്. പറയുന്നു അതുൾപ്പെടെ എല്ലാം പരിശോധിക്കട്ടെ. പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം. തെറ്റായ ഒരു പ്രവണതയെയും അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് സംബന്ധിക്കുന്നത്. കോടി സുഖിക്ക് പരാതി പല ആൾക്കും പരാതി കിട്ടുന്നുണ്ടല്ലോ, പരോളും കിട്ടുന്നുണ്ടല്ലോ. കിട്ടുന്നതിനിപ്പോൾ നമ്മളെന്ത് ചെയ്യാനാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഒരാൾക്ക് പ്രത്യേക പരോള് വേണമെന്നോ ഒരാൾക്ക് പ്രത്യേക പരോൾ കൊടുക്കാൻ പാടില്ലെന്നോ ഒരു തരത്തിലുള്ള ഇടപെടലും CPIM നടത്തുന്ന കാര്യമല്ല. ഞങ്ങൾക്കത് ബാധകമല്ല. അതെല്ലാം ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ജയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അത് ആ രീതിയിലാണ് കൈകാര്യം ചെയ്യപ്പെടുക. അതിൽ പാർട്ടി ഇടപെടേണ്ട യാതൊരു കാര്യമില്ല. പക്ഷേ അതിൽ KK രമ ഉൾപ്പെടെ ആരോപിക്കുന്നത് KK രമ ആരോപിക്കുന്നതല്ല ഞാൻ പറഞ്ഞു. ഞാൻ എൻ്റെ നിലപാടാണ് പറഞ്ഞത്, പാർട്ടിയുടെ നിലപാടാണ് പറഞ്ഞത്.